ഹായ്, ഞാൻ എത്ര പറഞ്ഞാലും ഇത് ശരിയാവണമെന്നില്ല. ഇദ്ദേഹത്തെ കണ്ടതും മലയാറ്റൂർ മല കയറുന്നതായ ഒരു അനുഭവമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. 2 മണിയായി, ഞങ്ങൾ മല കയറാൻ പോവാണ്. ഒരു എനർജി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തി ആശ്ലിയും കൊണ്ടാണ് നമ്മൾ മല കയറാൻ ഉദ്ദേശിച്ച് പോകുന്നത്. പറഞ്ഞതുപോലെ വെളുപ്പിനെ 2 മണിക്കാണ് നമ്മൾ കയറാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള മറ്റ് സമയങ്ങളിലൊക്കെ അതികഠിനമായ ചൂടാണ്, ഒരു തരത്തിലും കയറാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് പോയിട്ട് പിന്നീട് ഇപ്പോഴാണ് പോകാൻ ഒരു അവസരം കിട്ടിയത്. കുറെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ യാത്ര നമ്മൾ ആരംഭിച്ചത്. മല കയറുന്നതിന്റെ ആരംഭത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നീട് അങ്ങോട്ട് കയറും തോറും ചെറിയ രീതിയിൽ വലിയ വലിയ കല്ലുകൾ കാണാൻ തുടങ്ങി. നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ അമ്മമാരും ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛനും കുറച്ചുകൂടി സ്പീഡപ്പായി മുന്നേ നടന്നുപോയി. ഉള്ളത് പറയാലോ, അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതാ ഈ കുഞ്ഞു കുരുന്നായിട്ടുള്ള ഞങ്ങളുടെ ലൂക്കാച്ചനുണ്ട്. എന്തായാലും ലൂക്കാച്ചന്റെ ഉത്സാഹവും ഊർജ്ജവും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല പ്രചോദനമായി. ഒരു കാരണവശാലും എന്നെ എടുക്കേണ്ടി വരത്തില്ല എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. എന്തായാലും അത് അവൻ പാലിച്ചു. മലയുടെ ഒരു കാൽ പോർഷൻ കയറിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ദാഹം ഉണ്ടായി തുടങ്ങി. പോകുന്നതിന്റെ സൈഡിൽ തന്നെ കുടിവെള്ളത്തിന്റെ പദ്ധതിയൊക്കെ ഉണ്ട്. വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു തവണ ഏതു മതസ്ഥരിലുള്ളവരാണെങ്കിലും ഈ ഒരു മല കയറുന്നത് വളരെ നല്ലതായിരിക്കും. അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കൈ കൊണ്ട് മുട്ടിലൊന്ന് പിടിച്ച് താപ്പോട്ട് നോക്കി. തിരിച്ചു നിവർന്നു നോക്കിയപ്പോൾ ദാ എന്റെ കൂടെ നിൽക്കുന്നു നമ്മുടെ ആൽബിച്ചേട്ടൻ. കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് ഹായ്. ഉടനെ എന്നോട് പറയാണ്, ഹായ് ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയല്ല ബ്രോ. ഇപ്പോ ആകെ തളർന്നാണ് ആൽബിച്ചേട്ടനും വന്നത്. ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് സംസാരിച്ചു. ഉള്ളത് പറയാലോ, വീഡിയോയിലെ പോലെ തന്നെ സിമ്പിൾ ഒരു മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ 3:30-3:45 ആയപ്പോഴേക്കും മേളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മലമുകളിലെ തണുപ്പ് കാരണം എന്റെ തൊണ്ടയുടെ ഒച്ച അടച്ചിരുന്നു. എങ്കിലും പൊന്നിൻ കുരിശ് മുത്തപ്പന്റെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ശബ്ദമെല്ലാം പോയ സ്ഥിതിക്ക് എന്നാ പിന്നെ ഒരു കോഫിയോ ചായയോ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും പോലെ ഉയരം കൂടുമ്പോഴും ഒരു ചായക്ക് 20 രൂപയായിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛനും കുറച്ച് അമ്മമാരും കൂടെ ചേർന്നിട്ട് ഓൾറെഡി അവിടെ എത്തിയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ തോന്നിയത്, ദാ ഇവിടുത്തെ ഈ വൃത്തിയില്ലാത്ത സ്ഥലമാണ്. എപ്പോഴും വൃത്തിയാക്കാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഇതിന്റെ കമ്മിറ്റിക്കാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും ക്ലീൻ ചെയ്യാനോ അതിനുള്ള ആളുകളെ ഏർപ്പാടാക്കുക തന്നെ വേണം. ഒടുവിൽ നമ്മൾ അങ്ങനെ മുകളിലെ ആന കുത്തിയ പള്ളിയിൽ നമ്മൾ എത്തി. അവിടെ ഹോളി മാസ് നടക്കുന്നതിനാൽ നമുക്ക് ഉള്ളിലോട്ട് കയറാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. എങ്കിലും നമ്മൾ അതിന്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ മലയാറ്റൂർ പള്ളിയിൽ തന്നെ വന്നു നമ്മൾ തിരിച്ച്. ഇവിടം വരെ വന്നിട്ട് ആ അത്ഭുത കിണറും കൂടെ കാണാതെ പോയാൽ എങ്ങനെയാണ്? ഒരുപാട് പേര് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അതിന്റെ ഇടയ്ക്കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. ഉള്ളിലേക്ക് എത്തി നോക്കിയപ്പോൾ പാറയുടെ അടിയിൽ കുറച്ച് വെള്ളം മാത്രം കാണാം. അതികഠിനമായ ചൂട് കാരണം വറ്റിപ്പോയതായിരിക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചത് വിശുദ്ധ തോമസ് ലീഹയുടെ കാൽപാദം പതിഞ്ഞ പാറക്കല്ലുകളിലേക്കാണ്. ഈ 2 വൃത്തത്തിലാണ് പാദമുദ്ര പതിഞ്ഞെന്ന് പറയപ്പെടുന്നതും വിശ്വസിക്കുന്നതും. ഈ മലമുകളിൽ നിന്ന് താഴെ കടിവാരത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ കുറെ വെളിച്ചങ്ങൾ നിരനിരയായിട്ട് നിൽക്കുന്നതും കൂട്ടത്തിൽ വിമാനത്താവളവും കാണാൻ സാധിക്കും. നമ്മൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. കയറുന്നതിനേക്കാളും ഇറങ്ങുന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് നമുക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 5 മണി ആവാറായി. കേരളത്തിലെ ശബരിമലയിൽ മാത്രമല്ല അരവണ പായസം കിട്ടുന്നത്. മലയാറ്റൂർ മല ഇറങ്ങി വന്നാലും നേർച്ച പായസം ഇവിടെയും കിട്ടുമെന്ന് മനസ്സിലായി. എന്തായാലും അത് 2 വാങ്ങി നമ്മൾ പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് മടങ്ങി.